ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹൈ പാസ് ഫിൽറ്ററാണ്. സോ മൊഡ്യൂൾ 1-ലെ സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിലബസിൽ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് ഹൈ പാസ് ഫിൽറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പറയുന്നതിന് മുന്നേ ആയിട്ട് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ട്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഹൈ പാസ് ഫിൽറ്റർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഫിൽറ്റർ സർക്യൂട്ട്സ് നമുക്ക് പോസിബിൾ ആണ് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് ഞാൻ ആദ്യം പറയാം. സോ ആൻ ഇലക്ട്രിക്കൽ ഫിൽറ്റേഴ്സ് ഈസ് എ സർക്യൂട്ട് ഡിസൈൻഡ് ടു റിജക്ട് ഓൾ അൺവാണ്ടഡ് ഫ്രീക്വൻസി കോമ്പണൻറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് അലോ ഓൺലി ഡിസൈഡ് ഫ്രീക്വൻസീസ്. ഇൻ അതർ വേർഡ്സ്, എ ഫിൽറ്റർ ഈസ് എ സർക്യൂട്ട് വിച്ച് അലോ ഓൺലി എ certain ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ നമുക്ക് ഒരു ഹയർ ബാൻഡ് വിഡ്ത്തുള്ളൊരു ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയെ മാത്രം കടത്തിവിടുകയും ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയെ റിജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സർക്യൂട്ട്സിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഫിൽറ്റർ എന്ന് പറയുന്നത്, ഫിൽറ്റർ സർക്യൂട്ട്സ്. അപ്പോൾ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഫിൽറ്റർ സർക്യൂട്ടാണ് സിലബസിൽ, ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട്സ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ആദ്യം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫിൽറ്റർ സർക്യൂട്ട്സിനെ ബേസിക്കലി 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ടെണ്ണം നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് ടൈപ്പ് ഈസ് LPF. സോ വാട്ട് ഈസ് മീൻ ബൈ LPF? നമുക്കറിയാം LPF ഈസ് നത്തിങ് ബട്ട് ലോ പാസ് ഫിൽറ്റർ. ഇത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഈസ് കോൾഡ് HPF or we can say high pass filter. The third type of filter is called BPF. So what is mean by BPF? BPF is nothing but band pass filter. And the fourth type of filter is BSF. So what is BSF? BSF is nothing but band stop filter. അപ്പോൾ 4 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒന്ന് ലോ പാസ് ഫിൽറ്ററാണ്, ഒന്ന് ഹൈ പാസ് ഫിൽറ്ററാണ്, ഒന്ന് ബാൻഡ് പാസ് ഫിൽറ്ററാണ്, ഒന്ന് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഇത് എന്താണെന്ന് നമുക്കൊരു ഔട്ട്ലൈൻ നോക്കിയിട്ട് ഹൈ പാസ് ഫിൽറ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു? ലോ പാസ് ഫിൽറ്റർ. ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ലോ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യും. ഈ ടൈപ്പ് ഫിൽറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എ ഫിൽറ്റർ സർക്യൂട്ട് വിച്ച് അലോ എ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ ബിലോ എ സ്പെസിഫൈഡ് വാല്യൂ ക്യാൻ ബി termed as a low pass filter. This filter passes the lower frequencies. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ചെയ്തു. സപ്പോസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി 10 kHz ആണെങ്കിൽ 10 kHz എന്നുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, 10 kHz മേലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ലോ പാസ് ഫിൽറ്റർ. ബിലോ 10 kHz ഫ്രീക്വൻസിയെ മൊത്തം കടത്തിവിടും, എബോ 10 kHz കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഇതുപോലത്തെ സർക്യൂട്ടിന് നമുക്ക് ബേസിക്കലി എന്ത് പറയാം? ലോ പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. 2 കോമ്പണൻസ് ആണ് നമ്മൾ ബേസിക്കലി ലോ പാസ് ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് RC ലോ പാസ് ഫിൽറ്റർ ആയതുകൊണ്ട് ഫസ്റ്റ് കോമ്പണൻറ്റ് ഒരു റെസിസ്റ്ററും സെക്കൻഡ് കോമ്പണൻ്റ് ഒരു കപ്പാസിറ്ററുമാണ്. ഈ രീതിയിലാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ പഠിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിക്കും. സോ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം, ഒരു ഐഡിയൽ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാം, X ആക്സിസിൽ ഫ്രീക്വൻസിയും Y ആക്സിസിൽ ഗെയിനും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു സ്പെസിഫിക് കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുണ്ട്. FC ആണ് എൻ്റെ സ്പെസിഫിക് കട്ട് ഓഫ് ഫ്രീക്വൻസി. ബിലോ FC ഈ സിഗ്നൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? പാസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് പാസ് ബാൻഡായിട്ട് ആക്ട് ചെയ്യും. എബോ FC കംപ്ലീറ്റ്ലി ഇത് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്? FC എന്നുള്ളൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ FCക്ക് ബിലോ ഉള്ള ഫ്രീക്വൻസീസ് കംപ്ലീറ്റ്ലി കടത്തിവിടും, FCക്ക് ശേഷമുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ടൈപ്പ് ഫിൽറ്ററിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എന്താണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞൂടെ? സെയിം വേ ഇതിലാകെ വരുന്ന ചേഞ്ച് നിങ്ങൾ നോക്കുക. ഈ സർക്യൂട്ടിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ മ്യൂച്വലി ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ? അപ്പോൾ ആദ്യം ഹൈ പാസ് ഫിൽറ്റർ വരുന്നത് എന്താണ്? ഒരു കപ്പാസിറ്ററാണ്. ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഹൈ പാസ് ഫിൽറ്റർ? ലോ പാസ് ഫിൽറ്റർ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, ലോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യും. ഈ ടൈപ്പ് ഫിൽറ്ററിനെ നമുക്ക് എന്ത് പറയാം? ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയാം. സോ എ ഫിൽറ്റർ സർക്യൂട്ട് വിച്ച് അലോ set of frequencies that are above a specified value can be termed as high pass filter. This filter passes the high frequencies. അപ്പോൾ നമ്മൾ 10 kHz എന്നുള്ളൊരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യുകയാണെങ്കിൽ
ആ ഫ്രീക്വൻസിക്ക് മേലുള്ള ഫ്രീക്വൻസിയെ മാത്രം കടത്തിവിടും, താഴെയുള്ള ഫ്രീക്വൻസിയെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ബിലോ ഉള്ള റേഞ്ചിനെ നമുക്ക് സ്റ്റോപ്പ് ബാൻഡ് എന്നും കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷമുള്ളതിനെ നമുക്ക് പാസ് ബാൻഡ് എന്നും പറയാം. അപ്പോൾ പാസ് ബാൻഡ് എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മേലുള്ള സിഗ്നലിനെ പാസ് ചെയ്യും, കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഈ ടൈപ്പ് ഫിൽറ്ററിന് നമുക്ക് എന്ത് പറയാം, ഹൈ പാസ് ഫിൽറ്റർ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. ആ വേർഡ് തന്നെ നമുക്ക് ക്ലിയർ ആണ്. എന്താണ് ബാൻഡ് പാസ്? ബാൻഡ് പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ആദ്യം വരുന്നത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഒരു ഹൈ പാസ് ഫിൽറ്ററും, ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് ഒരു ഹൈ പാസ് ഫിൽറ്ററും സെക്കൻഡ് പാർട്ട് എന്നുള്ളത് എന്താണ്, ഒരു ലോ പാസ് ഫിൽറ്ററുമാണ് അല്ലേ. അപ്പോൾ ഒരു HPF LPF കോമ്പിനേഷനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എ ഫിൽറ്റർ സർക്യൂട്ട് വിച്ച് അലോ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് വാല്യൂസ് ക്യാൻ ബി ടേംഡ് ആസ് ബാൻഡ് പാസ് ഫിൽറ്റർ. ദിസ് ഫിൽറ്റർ പാസസ് എ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പോൾ നമ്മളൊരു 10 മുതൽ 20 വരെ കിലോ ഹെർട്സ് എന്നുള്ള ഫ്രീക്വൻസി റേഞ്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 10 കിലോ ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള റേഞ്ചിൽ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും. 10 കിലോ ഹെർട്സിന് താഴെയും 20 കിലോ ഹെർട്സിന് മേലെയും വരുന്ന ഫ്രീക്വൻസി എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഈ ടൈപ്പ് ഫിൽറ്ററിന് നമുക്ക് എന്ത് പറയാം, ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, സിലബസിലില്ല ബാൻഡ് പാസ് ഫിൽറ്റർ ഒന്നും. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ സ്പെക്ട്രം ഇവിടെ തെറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. സ്പെക്ട്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്കിവിടെ ഇതിൻ്റെ സ്പെക്ട്രം വരയ്ക്കാം. 2 ഫ്രീക്വൻസീസ് വരും, ഒന്ന് F1ഉം ഒന്ന് F2ഉം. അപ്പോൾ ബിലോ F2 ആണെങ്കിൽ ബിലോ F1 ബേസിക്കലി എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സ്റ്റോപ്പ് ബാൻഡായിട്ട് ആക്ട് ചെയ്യും. എബോ F2 എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു സ്റ്റോപ്പ് ബാൻഡായിട്ട് ആക്ട് ചെയ്യും. ഇൻ ബിറ്റ്വീൻ F1 ആൻഡ് F2 എന്തായിട്ട് ആക്ട് ചെയ്യും, ഇൻ ബിറ്റ്വീൻ F1 ആൻഡ് F2 എന്തായിട്ട് ആക്ട് ചെയ്യും, പാസ് ബാൻഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി തൊട്ട് ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വരെ പാസ് ചെയ്യുന്ന ഫിൽറ്ററിന് നമുക്ക് എന്ത് പറയാം, ബാൻഡ് പാസ് ഫിൽറ്റർ. സെയിം വേ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. വാട്ട് ഈസ് മീൻ ബൈ ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ? ഈ പേര് തന്നെ ക്ലിയർ ആണ്. ബാൻഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫിക് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയെ മാത്രം സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കുകയാണെങ്കിൽ നേരത്തെ നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം വരുന്നത് LPF ആണ്. LPFൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു HPF ആണ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. സോ എ ഫിൽറ്റർ സർക്യൂട്ട് വിച്ച് ബ്ലോക്ക് ഓർ അറ്റുനേറ്റ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ ബിറ്റ്വീൻ 2 സ്പെസിഫൈഡ് വാല്യൂസ് ക്യാൻ ബി ടേംഡ് ആസ് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. This filter reject a band of frequency and hence can be also called band reject filter. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുക. എക്സ് ആക്സിൽ ഫ്രീക്വൻസി അല്ലേ, നമ്മൾ 2 സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, FC. ഈ FC എന്നുള്ള റേഞ്ചിലെ നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 10 to 20 കിലോ ഹെർട്സ് ആണെങ്കിൽ ആ റേഞ്ചിനെ മാത്രം അത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതർ ദാൻ ഇതല്ലാത്ത 2 പാർട്ടിന് ഇത് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം 4 ഫിൽറ്റർ സർക്യൂട്ട് ക്ലിയർ ആണല്ലോ. 4 ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഹൈ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ 4 ഫിൽറ്റർ പറഞ്ഞുകൊണ്ട് ഏകദേശം എന്തിനാണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ ലോ പാസ് ഫിൽറ്ററും ഇതുപോലെ തന്നെ പഠിക്കും. ഒക്കെ സിമിലർ ആണ്. അപ്പോൾ നിങ്ങളൊരു കറക്റ്റ് പാറ്റേണിൽ വീഡിയോസ് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സർക്യൂട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, ലോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യും. ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ തിയറട്ടിക്കൽ പോർഷൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? RC ഹൈ പാസ് ഫിൽറ്ററിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്ന കോമ്പണൻസ്. വാട്ട് ഈസ് മീൻ ബൈ ഫസ്റ്റ് ഓർഡർ? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര റെസിസ്റ്ററും എത്ര കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്റർ ആണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോൻ്റെ അവസാനം സെക്കൻഡ് ഓർഡർ RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ സർക്യൂട്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആദ്യത്തെ കോമ്പണൻറ്റ് ഒരു കപ്പാസിറ്ററും രണ്ടാമത്തെ കോമ്പണൻറ്റ് ഒരു റെസിസ്റ്ററുമാണ് അല്ലേ.
നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. ഇത്രയും സിമ്പിളാണ് സർക്യൂട്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദ ബേസിക് ഹൈ പാസ് ഫിൽട്ടർ ഈസ് ബിൽറ്റ് ബൈ സീരീസ് കണക്ഷൻ ഓഫ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. വൈൽ the input signal is applied to the capacitor, the output is drawn across the resistor. അപ്പോൾ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് കപ്പാസിറ്ററിലേക്കാണ്, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കണം. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എക്സി എന്ന് പറഞ്ഞ കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് നിങ്ങൾ ബേസിക് സബ്ജക്ട്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നൊരു പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ എക്സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 1/j⍵c. ജെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1/ω_c എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ 1/j⍵c. ഇതാണ് ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിൽ എക്സി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസും. സി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ബേസിക് കപ്പാസിറ്റൻസും. ഒമേഗ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/j⍵c. ഓർ ഈ ഒമേഗ എന്നുള്ള കീവേഡിന് നമുക്ക് വരാം, അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് ജനറൽ ഫ്രീക്വൻസി ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒമേഗ ഈക്വൽ ടു എന്ത് എഴുതാം? 2πf. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഒമേഗയ്ക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. എക്സ് ഈക്വൽ ടു 1/j × 2π × f × c. അപ്പോൾ എന്താണ് ഇതിൽ എക്സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്, സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷനിലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇൻ ജനറൽ നമ്മൾ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ദ റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ ത്രൂ ഇറ്റ്. വളരെ ക്ലിയർ ആണ്. ഈ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ഈ രീതിയിലാണ്. അല്ലെങ്കിൽ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഈ ഒരു പാരാമീറ്റർ നിങ്ങളുടെ മൈൻഡിലുണ്ടായിക്കോട്ടെ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാം. ഒരു ബേസിക് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് വേണം. നമുക്ക് ഓൾറെഡി ഉള്ള ഈ സർക്യൂട്ടിൻ്റെ ബേസിൽ നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഹൈ ഫ്രീക്വൻസിയെ പാസ് ചെയ്യും, ലോ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്ക്, അറ്റ് ലോ ഫ്രീക്വൻസീസ് റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഈസ് വെരി ഹൈ, സോ ദി കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിർച്വലി നോ ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മൾ എടുക്കുന്നത് വളരെ ചെറിയൊരു ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും എക്സിയുടെ കണ്ടീഷൻ? എക്സി എന്ന് പറയുന്നത് 1/2πfc അല്ലേ. ഈ എഫ് എന്നുള്ളത് വളരെ ചെറിയ ഒരു വാല്യൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? എക്സി എന്നുള്ളത് മാക്സിമം ആയിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി വളരെ ചെറിയ ഫ്രീക്വൻസി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാക്സിമം ആണെങ്കിൽ എന്താ സംഭവിക്കുക? മാക്സിമം റെസിസ്റ്റൻസ് എന്നുള്ളൊരു എഫക്റ്റാണ് വരിക. അപ്പോൾ മാക്സിമം റെസിസ്റ്റീവ് പാത്തായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് മാക്സിമം ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ വാട്ട് ഈസ് മീൻ ബൈ ഓപ്പൺ സർക്യൂട്ട്? നമ്മൾ രണ്ട് വയറുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് വയറുകൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഈ ഒരു എഫക്റ്റാണ് ഓപ്പൺ സർക്യൂട്ടിന് ഇരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? വളരെ ചെറിയ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാക്സിമം ആവും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാക്സിമം ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. സോ എന്തായിരിക്കും നമ്മളെ സർക്യൂട്ടിന് സംഭവിക്കുക? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക്കലി നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലാണ്. അപ്പോൾ എങ്ങനെയാവും വരിക? നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. ഈ കപ്പാസിറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനാണ് വരിക.
അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ എനിക്ക് വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലേ, ഇങ്ങനെയല്ല ഇതിൻ്റെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ബേസിക്കലി വെരി ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്, നമ്മൾ ഔട്ട്പുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു പാത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പാത്ത് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ലോ ഫ്രീക്വൻസിയിൽ ദർ ഈസ് നോ സിഗ്നൽ അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, അറ്റ് ലോ ഫ്രീക്വൻസീസ് ദ റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ഹൈ, സോ ദി കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിർച്വലി നോ ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും ഐഡിയൽ കേസിൽ അല്ലേ. അപ്പോൾ ലോ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്തു, ലോ ഫ്രീക്വൻസിയെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ എങ്ങനെ ലോ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത കണ്ടീഷൻ നമുക്ക് പറയാനുള്ളത് ഹൈ ഫ്രീക്വൻസിൻ്റെ കണ്ടീഷനാണ്. ഹൈ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുക, അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ദ റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ലോ, സോ ദി കപ്പാസിറ്റർ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് വിർച്വലി ഓൾ ദി ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി മാക്സിമം ആക്കുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി മാക്സിമം ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താവും, മിനിമം ആവും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് മിനിമം ആയി കഴിഞ്ഞാൽ നമുക്കവിടെ റെസിസ്റ്റൻസിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് മിനിമം ആവുകയാണെങ്കിൽ നമുക്കുള്ള കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഇറ്റ് ആക്ട് ലൈക്ക് എ ക്ലോസ്ഡ് സ്വിച്ച്. നേരത്തെ ഓപ്പൺ സ്വിച്ച് ആയിരുന്നു, ഇത് ക്ലോസ്ഡ് സ്വിച്ച് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇക്വാലൻറ്റ് സർക്യൂട്ട് എങ്ങനെയായിരിക്കും നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തായിട്ട് ആക്ട് ചെയ്യും. പിന്നെ എനിക്ക് വരുന്നത് എന്താണ്, ഒരു റെസിസ്റ്റർ വരും അല്ലേ. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഈ ഔട്ട്പുട്ടാണ് വി ഔട്ട്. ഇവിടെ നമ്മൾ വി ഇൻ അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സാക്ട്ലി എന്താ സംഭവിക്കുക, നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ആ കംപ്ലീറ്റ് ഇൻപുട്ട് നമുക്ക് എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഔട്ട്പുട്ടിൽ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, അറ്റ് ഹൈ ഫ്രീക്വൻസീസ് റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ ഈസ് വെരി ലോ, സോ ദ കപ്പാസിറ്റർ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് വിർച്വലി ഓൾ ദി ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ഐഡിയൽ കേസിൽ ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ ബേസിക്കലി എന്ത് പറയുന്നത്, ഒരു ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ആ പേര് തന്നെ ക്ലിയർ ആണ് എന്താണ് ഹൈ പാസ് ഫിൽട്ടർ എന്നുള്ളത് അല്ലേ. സോ നമുക്ക് എങ്ങനെ ബേസിക്കലി പറയാം, സിൻസ് വി ക്യാൻ സേ ദാറ്റ് ദ സർക്യൂട്ട് പാസ് ദി ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റ് ആൻഡ് ബ്ലോക്ക് ദി ലോ ഫ്രീക്വൻസീസ്, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈ പാസ് ഫിൽട്ടർ. നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു RC ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഇപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഡിയൽ കേസിൽ ഒരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെയാണ്. ഞാൻ എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ് എടുത്തു. അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി, ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ബിലോ ഉള്ള റേഞ്ചിനെ നമുക്ക് സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയാം. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷമുള്ളതിനെ നമുക്ക് എന്ത് പറയാം, പാസ് ബാൻഡ്. അപ്പോൾ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിക്ക് ബിലോ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, എബോ വന്നു കഴിഞ്ഞാൽ പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡിയൽ ക്യാര വരിക. ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും വൈ ആക്സിൽ ഗെയിനും വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാജ്വലി സ്റ്റോപ്പ് ബാൻഡ് ജനറേറ്റ് ചെയ്യുന്നില്ല, വളരെ സ്ലോ ആയിട്ട്. ഇപ്പോൾ ഇതൊരു സ്പെസിഫിക് മൊമെൻറ്റിലാണ് വരുന്നത് ഒമേഗ സി അല്ലേ, വളരെ സ്ലോ ആയിട്ട്. ഇങ്ങനെയാണ് ബേസിക്കലി പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് കിട്ടുന്ന ക്യാര. ഈ ക്യാര എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്, ഡെറിവേഷൻ നോക്കാനുണ്ട്. ആ ഡെറിവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാവും, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഒരു ചെറിയ ഡെറിവേഷൻ, ഇതിൻ്റെ അനാലിസിസ് എന്നാണ് സിലബസിൽ പറയുന്നത്. അപ്പോൾ ആ ഡെറിവേഷൻ നമുക്ക് മാൻഡേറ്ററി ആയിട്ടും പഠിക്കണം, എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്ന്. ആ ഡെറിവേഷൻ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷനാണ്, 10 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്, കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് എന്തായിരുന്നു, ഒരു ബേസിക് കപ്പാസിറ്ററാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഒരു റെസിസ്റ്റർ അല്ലേ, ഒരു ഷണ്ട് റെസിസ്റ്റർ വരുന്നുണ്ട്. യെസ്,
കപ്പാസിറ്റർ നമ്മൾ സി എന്നും റെസിസ്റ്റർ നമ്മൾ ആർ എന്നും റെപ്രസെൻ്റ് ചെയ്യും. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് വി ഇൻ. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. ദിസ് ഇസ് വി ഔട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഫിഗറിൽ കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാണ്. സപ്പോസ് ഇതാണ് എൻ്റെ കറണ്ട് ഫ്ലോ എങ്കിൽ കറണ്ടിന് നമ്മൾ ഐ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഐ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കണം. ഞാനിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു എന്താ വരിക? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് പറയാൻ പറ്റുമോ? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് ഓംസ് ലോ പ്രകാരം ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. ബട്ട് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് എഴുതുമ്പോൾ നമുക്കൊരു കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻപുട്ട് വോൾട്ടേജ് എനിക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ റെസിസ്റ്റർ മാത്രമല്ല കപ്പാസിറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് കറണ്ട് സെയിം തന്നെയാണ്, ഐ ഇൻറ്റു ആർ പ്ലസ് സി വരിക അല്ലേ. റെസിസ്റ്റൻസിന് നമ്മൾ റെസിസ്റ്റൻസ് തന്നെ മാർക്ക് ചെയ്യും, ആറ്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്യും? ദിസ് ഇസ് മാർക്ക്ഡ് ആസ് 1/j⍵c. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലോ. സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും കണ്ടുപിടിച്ചു. ഔട്ട്പുട്ട് വോൾട്ടേജ് ഐ ഇൻറ്റു ആറും ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ഐ ഇൻറ്റു ആർ പ്ലസ് 1/j⍵c അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി വി ഔട്ടും വി ഇന്നും കണ്ടുപിടിച്ചു. നമുക്കിതിൻ്റെ ബേസിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഈ വി ഔട്ടും വി ഇന്നും വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് വി ഔട്ട് ബൈ വി ഇൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി വി ഔട്ടും വി ഇന്നും കണ്ടുപിടിച്ചാണ്. വി ഔട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആറും വി ഐ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ പ്ലസ് 1/j⍵c ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എഴുതാം വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഐ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ആർ പ്ലസ് 1/j⍵c എന്ന് എഴുതാം അല്ലേ. ഈ ഐയും ക്യാൻസലായി പോവും. അപ്പോൾ നമുക്കിവിടെ കിട്ടും ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1/j⍵c എന്ന് കിട്ടും അല്ലേ. ഈ ഇക്വേഷനിൽ ഞാൻ കോമൺ ആയിട്ട് ആറിനെ പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക? ആർ ഇൻറ്റു 1/ ഇവിടെ എന്താ വരിക? 1 പ്ലസ് 1/j⍵ ഇൻറ്റു ആർ സി എന്ന് വരും. അപ്പോൾ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ 6 ന്യൂമറേറ്ററിലും വരും ഡിനോമിനേറ്ററിലും വരും. അപ്പോൾ 6 ക്യാൻസലായി പോകും. അപ്പോൾ നമുക്കിവിടെ കിട്ടും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 1/j⍵c ഇങ്ങനെ കിട്ടൂലേ. 1/1 പ്ലസ് j⍵ ഇൻറ്റു ആർ സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒമേഗേൻ്റെ ഇക്വേഷൻ അറിയാം. വാട്ട് ഈസ് മീൻ ബൈ ഒമേഗ? ഒമേഗ ഈക്വൽ ടു 2πf ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇക്വേഷൻ നമ്പർ 3 എങ്ങനെ കിട്ടും? ഇക്വേഷൻ നമ്പർ 3 നമുക്ക് കിട്ടും വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു എന്തായിരുന്നു? വി ഔട്ട് ബൈ വി ഇൻ 1/1 പ്ലസ് j⍵ ഇൻറ്റു ആർ സി അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1/1 പ്ലസ് 1/j ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ വരുന്നത് ആർ സി. സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 വരെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി ഞാനൊരു ചെറിയ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഇതിൽ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ഈ ജെ എന്നുള്ള ടേം കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ജെ എന്നുള്ളൊരു ടേം കാണാം. ഈ ജെ എന്നുള്ള ടേമിനെ ഞാൻ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം j² ഈക്വൽ ടു -1 ആണ്. j² ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഈ ജെ എന്നുള്ള ടേമിനെ നമ്മൾ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എക്സ്പ്രഷൻ ചേഞ്ച് ശ്രദ്ധിക്കുക. വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു 1/1 മൈനസ് j ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എഫ് ഇൻറ്റു
ആർ ഇൻറ്റു സി. അപ്പോൾ എന്താ സംഭവിച്ചത്? ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ പോയപ്പോൾ j² = -1 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 1/j ആയിരുന്നു. ആ j എന്നുള്ളത് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ പോയപ്പോൾ പ്ലസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? മൈനസ് പ്ലസ് എന്നാവും. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ മൈനസ് എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ത് പറയാം? 5 എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 വളരെ ശ്രദ്ധിക്കുക, ഇത് കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കിട്ടി അല്ലേ? അതായത് എന്താണ്? V/Vin = 1/1 - j/2π × f × RC. ഇങ്ങനൊരു ഫോമുല നമുക്ക് കിട്ടി. ഈ ഫോമുലയിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ലെറ്റസ് അസ്യൂം F1 = നമ്മൾ F1 എന്നുള്ളൊരു ഫ്രീക്വൻസി ഇവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. ലെറ്റസ് അസ്യൂം ദ ഫ്രീക്വൻസി F1 = 1/2π × RC. ഞാൻ F1നെ 1/2π RC എന്നുള്ള ഒരു കീവേഡിനെ F1 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ നമ്പർ 5 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് സിംപ്ലി റെപ്രസെൻറ്റഡ് ആസ് V/Vin × 1/1 - ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് വരുന്നത് j/2π × f × RC ആണ് അല്ലേ? j/2π × f × RC. അപ്പോൾ 2πf × RCക്ക് വരെ ഞാൻ F1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി എങ്ങനെ എഴുതാം? ബാക്കി വരുന്ന ടേം വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെ എഴുതാം അതിനെ? j × ടോട്ടലി നമുക്കിവിടെ f വരുന്നുണ്ട്, F1 വരുന്നുണ്ട്, F1 വരുന്നുണ്ട്, F1/f എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്, കൺഫ്യൂഷൻ ആവരുത്. നമ്മളിപ്പോൾ എങ്ങനെ എഴുതിയത്? നമ്മുടെ ഈ ഫോമുലയെ 5th ഇക്വേഷനെ നമ്മൾ 6th ഇക്വേഷനായിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്തു? ഈ 5th ഇക്വേഷനിൽ നമ്മൾ 1/2π RCക്ക് പകരം നമ്മളൊരു ഫ്രീക്വൻസി കൊടുത്തു F1. അപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസിയെ ബേസിക്കലി നമുക്ക് പറയാം ദിസ് ഈസ് ഓൾസോ കോൾഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് നമ്മൾ ബേസിക്കലി എന്തിനു പറയുന്നത്? F1 പറയുന്നത്. അപ്പോൾ നമ്മൾ F1 പകരം F1 നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് V/Vin = 1/1 - j × F1/f എന്ന് കിട്ടി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 6th ഫോമുല, ഒന്നും നിങ്ങൾ മൈൻഡിലുണ്ടായിക്കോട്ടെ. 6th ഫോമുല എന്തായിരുന്നു? V/Vin = 1/1 - j × F1/f. വാട്ട് ഈസ് F1? F1 ഓൾറെഡി നമ്മൾ പറഞ്ഞു. F1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/2π RC ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഈ ഫൈനൽ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഞാനിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. ഹൗ ടു ഡിറ്റർമൈൻ ദി മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു എക്സ്പ്രഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് V/Vin = എങ്ങനെ എഴുതാം? നമുക്ക് ഈ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് കാണാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിഗ്നൽ എടുക്കുകയാണ്. ഞാൻ എടുക്കുന്ന സിഗ്നൽ A+JB എന്നുള്ള സിഗ്നലാണ് എടുക്കുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നോട് കാണാൻ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A+JB എനിക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു √A² + B². ജെൻ്റെ സ്ക്വയറും കൂടി ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് ഈ ഒരു സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. മേലെ ഓൾറെഡി 1 എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്, മേലെ 1 ആണ്. സോ 1/ താഴത്തെ മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിൽ ഇവിടെ ഇമാജിനറി ടേം വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ മാഗ്നിറ്റ്യൂഡ് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എഴുതാം. അപ്പോൾ -5നെ +5 എന്ന് എഴുതുന്ന പോലെ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം √1² + F1/f² എന്ന് എഴുതാം. അപ്പോൾ ഈ മൈനസ് എങ്ങനെയാണ് പ്ലസ് ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ j² = -1 ആണ്. j² = -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്നുള്ളത് നമുക്ക് പ്ലസ് വരും. അപ്പോൾ നമ്മളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. V/Vin = 1/√1 + F1/f². സോ ഇതിന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണിത്. ഈ ഒരു ഫോമുലയെ ഞാൻ ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഈ മാഗ്നിറ്റ്യൂഡിൽ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടി.
വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു 1/√1 പ്ലസ് f1/f². അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് വരയ്ക്കാനുള്ളത്. ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ 3 ക്രൈറ്റീരിയാസ് എഴുതുകയാണ്. അപ്പോൾ എന്താ നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്? നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് വളരെ ക്ലിയർ ആണ്. വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1/√1 പ്ലസ് f1/f². ഇതാണല്ലോ നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് എക്സ്പ്രഷനിൽ ഞാൻ 3 കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 3 ഫ്രീക്വൻസി വാല്യൂസ്. ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എഫിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താ സംഭവിക്കുക? എഫിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം വി ഔട്ട് ബൈ വി ഇൻ എന്ത് വരും? ഈസ് ഈക്വൽ ടു 1/√1 പ്ലസ് 1/√ എന്ത് വരും? 1/√1 പ്ലസ് f1/0 എന്ന് വരും, ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിതിൻ്റെ ഫോർമുല കിട്ടി 1/√1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വന്നു. 1/0 ഇൻഫിനിറ്റി അല്ല, അല്ലെങ്കിൽ നമുക്ക് 1/∞ എന്ന് വന്നു. 1/∞ നമുക്ക് ഓൾറെഡി അറിയാം 0 ആണ്. അപ്പോൾ f0 എടുക്കുമ്പോൾ നമുക്ക് കിട്ടും, f0 എടുക്കുമ്പോൾ എന്ത് കണ്ടീഷൻ കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് കിട്ടും. ഇനി ഞാൻ ഇതുപോലെ എഫിന് 0 കൊടുത്ത പോലെ അടുത്ത് ഞാൻ എഫിന് ഞാൻ ഡയറക്റ്റ് എന്ത് കൊടുക്കുകയാണ്? f1 കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? എഫിന് f1 കൊടുത്താൽ ഈ ഫോമിലേക്ക് എന്ത് സംഭവിക്കുന്നു നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും 1/√1 പ്ലസ് f1/f1 എന്ന് വരും. അല്ലെങ്കിൽ നമുക്കിവിടെ ജനറലി എഴുതാം, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ്? ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി f1ഉം 1 ആയി മാറും. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി നമ്മുടെ ഫോർമുല കിട്ടും, ദിസ് ഈസ് ഈക്വൽ ടു 1/√1 പ്ലസ് 1. അല്ലെങ്കിൽ നമുക്ക് കിട്ടും f ഈക്വൽ ടു f1 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 1/√2 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 0. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി 1/√2. സെയിം വേ ഞാൻ ലാസ്റ്റ് കേസിൽ ഫ്രീക്വൻസിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് വി ഔട്ട് ബൈ വി ഇൻ നമുക്ക് ഓൾറെഡി അറിയാലോ ഫോർമുല 1/√1 പ്ലസ് f1/f ദി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ എഫിന് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 1/√1 പ്ലസ് f1/∞. അപ്പോൾ 1/∞ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1/∞ 0 വന്നു, √1 അല്ലെങ്കിൽ 1/1 എന്ന് വന്നു. അല്ലെങ്കിൽ നമുക്ക് എഫ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്കിവിടെ കിട്ടും വി ഔട്ട് ബൈ വിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 3 വാല്യൂസാണ് ബേസിക്കലി കിട്ടിയത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് എനിക്ക് കിട്ടിയ വാല്യൂ എഫ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടി വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഞാൻ എഫിന് f1 കൊടുത്ത സമയത്ത് എനിക്കിവിടെ കിട്ടി വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് കിട്ടി? 1/√2 എന്ന് കിട്ടി. ഇതുപോലെ ഞാൻ എഫിന് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് വി ഔട്ട് ബൈ വി ഇൻ എനിക്ക് ഓൾറെഡി കിട്ടി എന്താണ്? 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഞാൻ എൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുക? എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് നേരത്തെ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് സ്പെക്ട്രല്ല ഫ്രീക്വൻസി റെസ്പോൺസ് നിങ്ങളെ കാണിച്ചിരുന്നു. എക്സ് ആക്സിൽ ഞാൻ ഫ്രീക്വൻസി എടുത്തു, വൈ ആക്സിസിൽ ഞാൻ എന്തെടുത്തു? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു വി ഔട്ട് ബൈ വി ഇൻ. അപ്പോൾ എന്താ വരിക? എഫിൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം റെസ്പോൺസ് ഇതുപോലെ വരുന്നത് അല്ലേ, ഇതുപോലെ റെസ്പോൺസ് അല്ല എനിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ റെസ്പോൺസിൽ പോയിൻറ്റുകൾ മാർക്ക് ചെയ്യാണ്. എഫ് 0 വരുമ്പോൾ ബേസിക്കലി എന്താണ്? മാഗ്നിറ്റ്യൂഡും എന്താണ്? 0 ആണ്. എഫിന് f1 വരുമ്പോൾ f1 എന്തും ആയിക്കോട്ടെ, ബേസിക്കലി എഫിന് f1 വരുമ്പോൾ ബേസിക്കലി f1 എന്നുള്ളൊരു ഫ്രീക്വൻസി ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക? 1/√2 അതിൻ്റെ RMS അല്ലേ. എഫിന് ഇൻഫിനിറ്റി വരികയാണെങ്കിൽ 1, അപ്പോൾ മാക്സിമം വാല്യൂ 1 ആണ് വരിക. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് കിട്ടുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ റെസ്പോൺസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ ഫിഗറിൽ പറഞ്ഞു. ഈ ഫിഗർ എങ്ങനെ കിട്ടിയെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ട്വിസ്റ്റഡ് ആണ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം, എഴുതി പഠിച്ചേ പറ്റൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ.
ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററാണ് പഠിച്ചത്. ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എന്ന് നോക്കാം. സെയിം വേ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ സമയത്ത് ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററുമാണ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ 2 റെസിസ്റ്ററും 2 കപ്പാസിറ്ററുമായിട്ട് അല്ലെങ്കിൽ 2 ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ബൈ കാസ്കേഡിങ് 2 ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റേഴ്സ് ഗിവ് us എ സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ. സിൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 റിയാക്റ്റീവ് കോമ്പണൻറ്റ്സ്, ദാറ്റ് മീൻ 2 capacitors, it make the circuit as a second order. The performance of this 2-stage filter is equal to single stage filter, but the slope of the filter is obtained at -40 dB per decade. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിൻ്റെ സ്ലോപ്പ് പഠിച്ചപ്പോൾ 20 decibel per decade ആണ് പഠിച്ചത്. ഇത് 40 ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, 2 കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ 1/2π √R1C1 × R2C2 ഇത്രയും പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇരിക്കുന്നത്. അപ്പോൾ ഇത് സർക്യൂട്ട് പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ എങ്ങനെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത വീഡിയോയിൽ ലോ പാസ് ഫിൽറ്ററും കൂടി പഠിക്കാം. നിങ്ങൾക്ക് വീഡിയോസ് എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോർഷൻസ് എടുത്തു പോകുന്നത്. ഓക്കെ.